ശ്രീ ഗണപതേ നമോ അവിഘ്നമസ്തു. ഓം ശ്രീ മഹാദേവി നമോ. ഗുരുവായൂരപ്പനേ ശരണം, ആനന്ദജിന്മേനേ ശരണം, ചോറ്റാനിക്കര ഭഗവതിയമ്മേ ശരണം, നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. സപ്താഹ ആചാര്യ പാദങ്ങളിൽ നമസ്കാരം. സംപൂജ്യരായ സജ്ജനങ്ങൾക്ക് എൻ്റെ വിനീത നമസ്കാരം. മുണ്ടോലിൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ സപ്താഹവേദിയിൽ ഒരു പ്രഭാഷണം നടത്തുവാൻ ദേവിയുടെ അനുഗ്രഹമില്ലാതെ സാധിക്കുകയില്ല. കാരണം ഞാൻ ആ സമയത്ത് നാട്ടിൽ വരാനും കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഈ സമയത്ത് എനിക്ക് നാട്ടിൽ വരാൻ സാധിച്ചു. ഒരു പ്രഭാഷണം നടത്തുവാനുള്ള അവസരം ഉണ്ടാക്കി തന്ന ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് ഉള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. എന്നത് കപില അവതാരം. അത് ശ്രീമദ് മഹാഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 24-25 അധ്യായങ്ങളിലായി വിവരിക്കുന്നതാണ്. ഇത് ശ്രീമൻ നാരായണീയത്തിൽ 14-15 ദശകങ്ങളായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. ശ്രീമൻ നാരായണീയം ഒരു വിശിഷ്ട ഗ്രന്ഥമാണ്. അത് രചിച്ചത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ്. മാതൃദത്തൻ എന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പുത്രനായിട്ടാണ് മേൽപ്പത്തൂർ ജനിച്ചത്. തൻ്റെ പിതാവ് മീമാംസാ തത്വത്തിൽ വളരെ പണ്ഡിതനായിരുന്നു. പിതാവിൽ നിന്നും മീമാംസാ തത്വം അഭ്യസിച്ചു. അതിനുശേഷം മാധവൻ, ദാമോദരൻ, അച്യുതൻ എന്നീ ഗുരുക്കന്മാരിൽ നിന്ന് വേദം, തർക്കം, വ്യാകരണം മുതലായവ തൻ്റെ 22ാമത്തെ വയസ്സിൽ അഭ്യാസം കഴിഞ്ഞു. ഇതിൽ നിന്നും വളരെ പാണ്ഡിത്യം നേടി എന്ന ഒരു അഹങ്കാരം, അതുപോലെ തന്നെ യൗവനത്തിൻ്റെതായ ഒരു അഹങ്കാരം, അല്ലാതെ ആഠ്യ കുടുംബമാണ്, ധനാഠ്യ കുടുംബമാണ്. അപ്പോൾ പ്രഭുത്വം, ഈ പ്രഭുത്വവും അതുപോലെ യൗവനവും പാണ്ഡിത്യവും ഒക്കെ കൊണ്ട് അഹങ്കരിച്ച് ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു മേൽപ്പത്തൂർ നയിച്ചിരുന്നത്. ഇങ്ങനെയുള്ള ഇദ്ദേഹത്തിന് വളരെ താമസിയാതെ തൻ്റെ ഗുരുവായ അച്യുതാചാര്യൻ രോഗശയ്യയിലായപ്പോൾ ശുശ്രൂഷിക്കേണ്ടതായി വന്നു. രോഗശയ്യയ്ക്കരികിൽ നിന്ന് മാറാതെ അവിടെ നിന്ന് ശുശ്രൂഷിച്ചു. എന്നാൽ ആചാര്യൻ രോഗവിമുക്തനാകുന്നതിന് മുൻപ് തന്നെ മേൽപ്പത്തൂരും വാതരോഗത്തിന് അടിമപ്പെട്ടു. കഠിനമായ വേദന, ദുരിതം അനുഭവിച്ചതായ സമയത്ത് അദ്ദേഹത്തിന് ഈശ്വര സ്മരണയുണ്ട്. നമുക്കാർക്കാണെങ്കിലും വേദന വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ ഭഗവാനെ, എൻ്റെ ദൈവമേ എന്ന് നമ്മൾ വിളിക്കും. അങ്ങനെ മനസ്സ് തുറന്ന ഈശ്വരനെ വിളിച്ച് ഈശ്വര സ്മരണ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് പരിപാവനമായി മാറി, പരിശുദ്ധ മനസ്സായി മാറി. ആ സമയത്ത് തൻ്റെ ബന്ധുക്കളോട് തൻ്റെ ഈ അവസ്ഥയിൽ തനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി തൻ്റെ കാലം കഴിച്ചു കൂട്ടണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അവർ അദ്ദേഹത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്നാക്കി. അവിടെ താമസിക്കുന്ന കാലയളവിൽ ഒരാൾ വശം അന്ന് സാമന്തനായിരുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനിലേക്ക്
തൻ്റെ രോഗത്തിന് ഒരു ഉപായം, രോഗശമനത്തിന് വേണ്ടി ഒരു ഉപായം പറഞ്ഞു തരണേ എന്ന ഒരു കത്തുമായി ഒരാളെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ സമീപത്തേക്ക് അയച്ചു. ആരാണ് എഴുത്തച്ഛൻ? നമ്മുടെ മലയാള ഭാഷയുടെ പിതാവാണ്, പരമഭാഗവതനാണ്, പരമഭക്തനാണ്. അല്ലേ? നമുക്ക് കിളിപ്പാട്ടൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകും അതിലൊക്കെ ഭഗവാനെ കുറിച്ച് ഒരു ശബ്ദം പുറപ്പെടുവിക്കേണ്ടടുത്ത സ്ഥലത്ത് ആയിരക്കണക്കിന് നൂറുകണക്കിന് ഭഗവാന്റെ പര്യായങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. അത്ര പരമഭക്തനായ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിനായി വിട്ടപ്പോൾ ആ ചെന്നയാളോട് എഴുത്തച്ഛൻ ഒരു പരിഹാര മാർഗം പറഞ്ഞു. എന്താണ്? മത്സ്യം തൊട്ട് കൂട്ടുക. അപ്പോൾ ഈ പോയ ആളിന് ദേഷ്യം വന്നു. കാരണം എന്താണ്? സസ്യഭുക്കായ തൻ്റെ മേൽപ്പത്തൂർ എങ്ങനെയാണ് മത്സ്യം കഴിക്കുക? അത് എങ്കിലും തൻ്റെ മേൽപ്പത്തൂരിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു വിട്ട ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ചെന്നിട്ട് അറിയിച്ചു, മത്സ്യം തൊട്ട് കൂട്ടാനാ പറഞ്ഞത് എന്ന്. പക്ഷേ ബുദ്ധിമാനായ മേൽപ്പത്തൂരിന് മനസ്സിലായി ഭഗവാന്റെ മത്സ്യാവതാരം തൊട്ടാണ് എഴുതേണ്ടത് എന്ന്. അങ്ങനെ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരപ്പ ക്ഷേത്ര മഹിമയും അതുപോലെ ഭഗവാന്റെ സ്വരൂപ വർണ്ണനയും ലീലാവിലാസങ്ങളും അതുപോലെ മത്സ്യാവതാരം തൊട്ടുള്ള അവതാര കഥകളും ഒക്കെ ഭാഗവതത്തിലുള്ള കഥകളൊക്കെ സംഗ്രഹിച്ച് ഒരു വിശിഷ്ട ഗ്രന്ഥമാക്കി മാറ്റി. ഭാഗവതം തന്നെയാണ് യഥാർത്ഥത്തിൽ നാരായണീയം. ഭാഗവതം തൈരാണെങ്കിൽ അതിൽ നിന്ന് കടഞ്ഞ് എടുത്ത വെണ്ണയായിട്ട് നമുക്ക് നാരായണീയത്തെ കണക്കാക്കാം. ഈ ഈ കൃതി 100 ദിവസം കൊണ്ട് ആണ് എഴുതപ്പെട്ടത്. ആ 100 ദിവസം കൊണ്ട് 1034 ശ്ലോകങ്ങൾ എഴുതി ഭഗവാനെ പ്രീതിപ്പെടുത്തി. 1000 സുസംസ്കൃത ശ്ലോക പുഷ്പങ്ങളാൽ ഗുരുവായൂർ മന്ദിരേശനെ വഴിപോലെ പൂജിച്ചു. ആയുരാരോഗ്യ സൗഖ്യം നേടി. മയൂര മഹാകവി എന്നൊരു കവി ഉണ്ടായിരുന്നു. ആ കവിക്ക് കുഷ്ഠരോഗം ബാധിച്ചു. കുഷ്ഠരോഗം ബാധിച്ചപ്പോൾ വീട്ടിൽ മറ്റുള്ളവർക്ക് പകരും അല്ലേ കുഷ്ഠം. അതുകൊണ്ട് കുഷ്ഠരോഗിയെ ആ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് പുറത്തേക്ക് അങ്ങനെ പുറത്തുപോയ അദ്ദേഹം സൂര്യഭഗവാനെ നോക്കി. വേറെ ഒന്നുമില്ലല്ലോ, വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ താമസിക്കാൻ ഇടമില്ല. അപ്പോൾ നേരെ മുകളിൽ നിൽക്കുന്നത് സൂര്യഭഗവാനാണ്. അപ്പോൾ ഈ സൂര്യഭഗവാനെ നോക്കിക്കൊണ്ട് ഒരു കൃതി രചിച്ചു, സൂര്യശതകം. ഈ സൂര്യശതകം എന്ന കൃതി എഴുതി കഴിഞ്ഞപ്പോൾ, അത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ, കീർത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ മയൂര മഹാകവിയുടെ കുഷ്ഠരോഗം മാറി, ശമിച്ചു. അതേപോലെ ഈ 1034 ശ്ലോകങ്ങളാൽ ഗുരുവായൂർ മന്ദിരേശനെ വഴിപോലെ പൂജിച്ചു കഴിഞ്ഞപ്പോൾ മേൽപ്പത്തൂർ ഭട്ടതിരിയും രോഗവിമുക്തനായി സ്വന്തം ഭവനത്തിലേക്ക് പോയി. ഇവിടെ നമ്മൾ അതിലെ 14, 15 എന്ന 2 അധ്യായങ്ങളിലാണ് കപില അവതാരവും അതുപോലെ തന്നെ ഉപദേശവും കൊടുത്തിരിക്കുന്നു. സ്വയംഭൂമനു എന്ന പ്രജാപതി ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് ജന്മമെടുത്തതാണ്. അദ്ദേഹം മന്വന്തരങ്ങളിൽ പ്രജാപരിപാലനം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്ന് കർദമ പ്രജാപതി ജനിച്ചു. ഈ കർദമ പ്രജാപതിക്ക് ബ്രഹ്മാവ് ഉപദേശം കൊടുത്തു. ബ്രഹ്മവചനമനുസരിച്ച് കർദമ പ്രജാപതി 10,000 വർഷം 50 വർഷം ഭഗവാനെ ഭജിച്ചു. അങ്ങനെ 10,000 വർഷം ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞപ്പോൾ ഗരുഡാരൂഢനായി തൻ്റെ നീലനിറത്തോടുകൂടി തൻ്റെ പൂർണ്ണമായ സുന്ദരമായ രൂപം കാണിച്ചുകൊണ്ട് കർദമ പ്രജാപതിക്ക് ദർശനം നൽകി. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ താൻ 1000 വർഷം 10,000
കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ കർദമന് 2 വരം നൽകി. കർദമ പ്രജാപതിക്ക് സ്വയംഭുവ മനുവിൻ്റെ സദ്ഗുണ സമ്പന്നയായ മകളായ ദേവഹൂതിയെ ഭാര്യയായി ലഭിക്കുമെന്ന്. എന്നാൽ 10,000 വർഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളൊക്കെ കുറച്ച് സമയം ഇങ്ങനെ ഈശ്വരൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മുക്തരായി തുടങ്ങും പതുക്കെ പതുക്കെ. അതുപോലെ 10,000 വർഷം ഭഗവാനെ മാത്രം ധ്യാനിച്ചിരുന്ന കർദമ പ്രജാപതിക്ക് ഈ വിഷയാദി കാര്യങ്ങളിൽ, ലോക കാര്യങ്ങളിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഭാര്യാഭർത്തൃ ജീവിതം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാതിരുന്ന ആളാണ്. എങ്കിലും പക്ഷേ ഈ ഭഗവാൻ കൊടുത്ത അനുഗ്രഹം അന്ന് ഇന്നത്തെ പോലെ TV-യോ വാട്സപ്പോ ഒന്നുമില്ല, അല്ലേ? ഇത് അറിയിക്കേണ്ട സ്ഥലത്ത് അറിയിക്കാനായിട്ട് അന്ന് ഇതൊന്നുമില്ല, വാട്സപ്പില്ല, ഫോണില്ല. അപ്പോൾ അന്ന് ആരാണ് ഇതെല്ലാം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾക്കറിയാം, അല്ലേ? നാരദ മഹർഷി. നാരദ മഹർഷിയോട് ഭഗവാൻ തൻ്റെ ഇംഗിതം അറിയിച്ചു. അത് സ്വയംഭുവ മനുവിനെ അറിയിച്ചു. അങ്ങനെ നാരദനാൽ ഉപദേശിക്കപ്പെട്ട സ്വയംഭുവ മനു തൻ്റെ ഭാര്യയായ ശതരൂപയോടും അതുപോലെ തന്നെ മകളായ ദേവഹൂതിയോടും കൂടി കർദമ പ്രജാപതിയുടെ വസതിയിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് ഈ സ്വയംഭുവ മനുവിൻ്റെ വരവും കാത്ത് ഇരിക്കുന്നതായ കർദമ പ്രജാപതിയുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുചെന്ന് ഈ മകളെ ദാനമായി കൊടുത്തു. അപ്പോൾ ഈ ലോകവിഷയങ്ങളിലെങ്ങും താല്പര്യമില്ലാത്ത കർദമ പ്രജാപതിയെ ഭാര്യയായ ദേവഹൂതി വളരെ ഭക്തി വിനയ പുരസ്സരം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. ആ ശുശ്രൂഷാദി കർമ്മങ്ങൾ കണ്ട്, അല്ലേ, അതിൽ സന്തുഷ്ടനായ കർദമൻ തൻ്റെ ഭാര്യയുടെ ഇംഗിതവും ഭാര്യയ്ക്ക് ഈ ലോക ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായ സുഖങ്ങളൊക്കെ കൊടുക്കണം, അതിനെപ്പറ്റിയും ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാകാം, ഭർത്താവിനെ എങ്ങനെ ഭാര്യ ശുശ്രൂഷിക്കുന്നുവോ അതനുസരിച്ച് ഭാര്യാഭർത്തൃബന്ധം സുദൃഢമാകുകയും അതുപോലെ തൽപരനായി മാറിയ ഈ കർദമ പ്രജാപതി തൻ്റെ രൂപം 9 രൂപങ്ങളായി നവയൗവന രൂപമെടുത്ത ദേവഹൂതിയോടുകൂടി ദേവഹൂതിയെ പരിചരിക്കാനായി ദേവസ്ത്രീകളെയും കൂട്ടി തൻ്റെ സങ്കല്പത്തിൽ ഒരു വിമാനം സൃഷ്ടിച്ച് ദേവലോക ഉദ്യാനങ്ങളിലൊക്കെ പോയി രമിച്ചു. അങ്ങനെ 9 പുത്രിമാർ അവർക്ക് 9 രൂപങ്ങൾ എടുത്തുകൊണ്ട് 9 പുത്രിമാരും അവർക്ക് ജനിച്ചു. അതിനുശേഷം ഈ 9 പുത്രിമാരെയും കൊണ്ട് അവർ മടങ്ങി. എവിടേക്ക്? സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി. അവിടെ എത്തിയ ശേഷം കർദമ പ്രജാപതി തൻ്റെ ഭാര്യയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചില്ലേ, ഇനിയും എന്ത് ചെയ്യണം? തനിക്ക് വാനപ്രസ്ഥത്തിന് പോകണം. വാനപ്രസ്ഥം എന്നത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുള്ളതാണ്, അല്ലേ? നമ്മൾ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയും മക്കളും അവരൊക്കെ ഒരു നിലയിലെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ വാനപ്രസ്ഥത്തിന് പോകണം. നമ്മൾ ഇതിൽ നിന്നൊക്കെ വിട്ട് ഈശ്വര ചിന്തയിലേക്ക്, ആത്മീയമായ വഴിയിലേക്ക് സഞ്ചരിക്കണം. നമ്മൾക്കോ 100 വയസ്സായാലും 90 വയസ്സായാലും എപ്പോഴും, അല്ലേ, എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞ്, അതിൻ്റെ കുഞ്ഞ്, അങ്ങനെ പേരക്കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന്, ആ വികാരത്തിൽ നിന്ന് വിട്ടുപോകാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഭാരതീയ ദർശനത്തിൽ, ഭാരത സംസ്കാരത്തിൽ ഉള്ളത് വാനപ്രസ്ഥമാണ്. നമ്മൾക്ക് പിന്നീട് പറഞ്ഞു, നമ്മൾ എല്ലാ കഥകളിലും ഭാരതത്തിലും എല്ലാ കൃതികളിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം കഴിയുമ്പോൾ അവർ വാനപ്രസ്ഥത്തിനായി
ഇവിടെ നിന്ന് വീട് വിട്ട് പോകുന്നതായിട്ട് പല പല കഥകളിൽ നമ്മൾ ധൃതരാഷ്ട്രരൊക്കെ പോകുന്നു അല്ലേ. അതുപോലെ അതിനുശേഷം ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും ഒക്കെ വാനപ്രസ്ഥത്തിന് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇത് ഒരാൾക്ക് മാത്രം ഉള്ളതല്ല, മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും ഉള്ള കർത്തവ്യമാണ് വാനപ്രസ്ഥം, സന്യാസം, ഈശ്വര ചിന്ത, ആത്മീയമായ ചിന്ത, ഇതൊക്കെ തന്നെ. അപ്പോൾ ദേവഹൂതി പറയുന്നു, ഇങ്ങനെയല്ലല്ലോ, ഇനിയും ഒരു ആവശ്യം കൂടിയുണ്ട്. എന്താണ്? തനിക്ക് 9 പുത്രിമാരല്ലേ ഉള്ളത്, ഒരു പുത്രനെ കൂടി അങ്ങ് തരണം, എനിക്ക് ഒരു പുത്രൻ വേണം. അപ്പോഴാണ് കർദമ പ്രജാപതി ഓർക്കുന്നത്, എന്ത്? ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്, ഭഗവാൻ തന്നെ പുത്രനായി വന്ന് ജനിക്കും. അതിനായി അവിടെ വീണ്ടും ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ വസിക്കുകയും പിന്നീട് കപില വാസുദേവൻ എന്ന പേരിൽ ഭഗവാൻ വന്ന് സ്വയം അവതരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ അവതാരശേഷം, പുത്രൻ ഉണ്ടായ ശേഷം തൻ്റെ പുത്രിമാരെ ബ്രഹ്മാവിൻ്റെ മക്കളായ മരീച്യാദി മുനിമാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതിനുശേഷം വീണ്ടും പോകാൻ ഒരുങ്ങിയപ്പോൾ ദേവഹൂതി വീണ്ടും ചോദിച്ചു, അങ്ങ് ജ്ഞാനിയല്ലേ, ഞാൻ ഭാര്യയായി ഇത്രയും നാൾ സേവിച്ചില്ലേ, എനിക്ക് ജ്ഞാനം പകർന്നു തന്നിട്ട് പോകുന്നതല്ലേ നല്ലത്. ജ്ഞാനികൾക്ക് മാത്രം, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. നമ്മളോട് ഒരാളൊരു കാര്യം ചോദിച്ചാൽ നമ്മൾക്ക് അവർക്ക് കൊടുക്കണമെങ്കിൽ അത് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അല്ലേ. ഇപ്പോൾ കർദമ പ്രജാപതി ജ്ഞാനിയാണ്. അപ്പോൾ ആ ജ്ഞാനം എനിക്ക് പകർന്നു തന്നിട്ട് എനിക്കും ജീവൻ മുക്തി വേണ്ടേ? അപ്പോൾ പറയുന്നു, എന്നേക്കാൾ അതിനുത്തമൻ നമ്മുടെ പുത്രനായ കപിലനാണ്, പുത്രനോട് ചോദിച്ചു. അപ്പോൾ ദേവഹൂതി അതനുസരിച്ച് അങ്ങനെ പറഞ്ഞിട്ട് കർദമ പ്രജാപതി വീട് വിട്ട് വാനപ്രസ്ഥത്തിനായി പോകുന്നു. പിന്നീട് ദേവഹൂതി തൻ്റെ പുത്രനായ കപില വാസുദേവനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. തനിക്ക് ജ്ഞാനോപദേശം വേണം, തനിക്ക് ജീവൻ മുക്തിക്കുള്ള മാർഗം പറഞ്ഞു തരണേ എന്ന് ചോദിക്കുകയാണ്. മതിരിക ഗുണസക്ത ബന്ധകൃത്വേഷസക്ത ത്വമൃതകൃതുവരുണ്ടേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യാ കപിലതനുരിതി ത്വം ദേവഹൂത്യന്യഗാദി. ദേവഹൂതിയുടെ ഉപദേശ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തുടങ്ങുകയാണ് അല്ലേ. ഭക്തി, തനിക്ക് എങ്ങനെ ജീവൻ മുക്തി കിട്ടും, അതിനുള്ള മാർഗങ്ങൾ ഉപദേശിക്കുകയാണ്. ആദ്യത്തെ മാർഗം മതിരിക ഗുണസക്ത ബന്ധകൃത്വേഷസക്ത, അതായത് മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, നമ്മുടെ ബുദ്ധി. നമ്മൾക്ക് 2 തരത്തിലുള്ള ബുദ്ധിയാണ്, 2 തരത്തിലുള്ള ഗുണങ്ങളാണ് നമ്മളുടെ ബുദ്ധിക്ക് ഇവിടെ പറയുന്നത്. അതായത് ഒന്ന് മൂഢബുദ്ധി, ഒന്ന് സദ്ബുദ്ധി. അപ്പോൾ ഈ ലോകത്ത് ജന്മമെടുത്തിട്ട് വിഷയാസക്തങ്ങളിൽ മാത്രം ഒഴുകി ജീവിക്കുന്നതായ മനുഷ്യൻ മൂഢബുദ്ധിയാണ് അല്ലേ. ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഭഗവാൻ ഇങ്ങനെ ഓടക്കുഴൽ പിടിച്ചിട്ട് നിൽക്കുന്നില്ലേ. അപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? ഒരു കാലെങ്ങനെയാ? ഒരു കാല് പൊക്കി വച്ചിരിക്കുന്നത് അല്ലേ, ഒരു കാല് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്തിനാണത്? നമ്മളുടെ 2 കാലും ഇവിടെ ഈ ഭൂമിയിൽ ഉറപ്പിക്കാതെ ഒരു ഭാഗം നമ്മൾ എന്തിനായി? ആത്മീയ ഉന്നമനത്തിനായി ഉപയോഗിക്കണം എന്ന ആ തത്വമാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ സദ്ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? അവരുടെ ബുദ്ധിയെ ഏത് ഭാഗത്തേക്ക് വിടും? ഭക്തിയിലൂടെ, ഭക്തിഭാവത്തിലൂടെ ഈശ്വരനെ എത്താം. അപ്പോൾ ഗൃഹസ്ഥാശ്രമികൾക്ക് കൂടുതലും ഭക്തിയിലൂടെയാണ് നമുക്ക് എത്താൻ സാധിക്കുക അല്ലേ. നമ്മൾ സന്യാസിമാരൊന്നുമില്ല, നമ്മൾ ഉടനെ അങ്ങ് പോയി ഈശ്വര സാക്ഷാത്കാരമൊക്കെ വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഗൃഹസ്ഥാശ്രമികളാണ്, നമ്മൾ
മാർഗമാണ് ഭക്തി. ഇവിടെ ഭക്തി എന്ന് പറയുന്നത് ഒരു ദർശനമാണ്. നമ്മുടെ ഷഡ് ദർശനങ്ങളാണ് ഭാരത സംസ്കാരത്തിലുള്ളത്. അതിലൊരു ദർശനമാണ് ഭക്തി ദർശനം. ആ ഭക്തി ദർശനത്തിൽ എങ്ങനെ ഭക്തിയിലൂടെ നമ്മൾക്ക് ആത്മാ സാക്ഷാത്കാരത്തിലെത്താം, ഈശ്വര സന്നിധിയിലെത്താം എന്ന് പ്രഹ്ലാദൻ തൻ്റെ പിതാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നവദാ ഭക്തി, 9 രീതിയിൽ, 9 ചുവടുകളിലൂടെ, 9 പടികളിലൂടെ കടന്ന് നമ്മൾ എവിടെ എത്തണം? ഈശ്വരനിലെത്തണം. എങ്ങനെ എത്താൻ സാധിക്കും? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മനിവേദനം. ഇതാണ് 9 പടികൾ. ആദ്യം നമ്മൾ ഭഗവാന്റെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഭാഗവത പാരായണമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ആദ്യം കേൾക്കുക, ശ്രവണം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? കുറേ നാളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ നമുക്ക് താല്പര്യം ഉണ്ടായിട്ട് അത് വായിക്കാൻ തുടങ്ങും അല്ലേ, കീർത്തനമാണ്. പിന്നീടോ നമ്മളിപ്പോൾ ഇത് പുറമേ ഉള്ളതെല്ലാം ചെയ്തു, ഇനി നമ്മുടെ അന്തരംഗത്തിൽ നമ്മൾ സ്മരിക്കണം, ഭഗവാനെ നമ്മൾ സ്മരിക്കണം. അതിനുശേഷം പാദസേവനം. പാദസേവനം എന്ന് പറയുമ്പോൾ ആരുടെ പാദമാണ് സേവിക്കേണ്ടത്? ഈശ്വരപാദം. അപ്പോൾ ഈശ്വരൻ എവിടെയാണുള്ളത്? ഈശ്വരനെ അന്വേഷിച്ച് പലരും പല സ്ഥലത്ത് പോകുന്നുണ്ട് അല്ലേ. കവികളൊക്കെ അന്വേഷിച്ചിട്ട് ഒരു കവി പാടിയതാണ്, തൃക്കഴലിണ കൂപ്പുവാനെന്തല പുൽക്കൊടിയിലും കീഴിലായി താഴ്കിയിലും എത്തിടും നീല തൃപ്പാദവാംസുവാൽ അർച്ചിതങ്ങളാം താണൂരിടങ്ങളിൽ. ഭഗവാൻ എവിടെയാണ് എന്ന് അന്വേഷിച്ച് എൻ്റെ ശിരസ് ഞാൻ ഒരു പുൽക്കൊടിയെ കാട്ടിലും, പുൽക്കൊടി എത്ര ഹൈറ്റ് ഉണ്ട് അല്ലേ, അതിനെക്കാട്ടിലും താഴെ കൊണ്ടുവന്ന് അത്രമാത്രം നമ്മുടെ ശിരസ്കനായിട്ടും ഭഗവാന്റെ അടുത്ത് എനിക്ക് എത്താൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഈശാവാസ്യ ഉപനിഷത്തിൽ പറയും. തദേ ജതി തന്നൈ ജതി തദ്ദൂരേ തദ്ദന്തികേ തദന്തരസ്യ സർവസ്യ തദു സർവസ്യാസ്യ ബാഹ്യതഃ. ഈശ്വരൻ എന്ന് പറയുന്നത് എവിടെയാണ്? അത് ചരിക്കുന്നതാണ്, അത് ചരിക്കാതെ നിൽക്കുന്നതാണ്, അത് ദൂരെയാണ്, അത് അടുത്താണ്, അത് നമ്മളുടെ ഓരോരുത്തരുടെയും സർവ അന്തരം, സർവ ജീവജാലങ്ങളുടെയും അകത്താണ്, സർവത്തിനും പുറത്തും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈശ്വരൻ. അപ്പോൾ നമ്മൾ പാദസേവനം എങ്ങനെ ചെയ്യും? ഈശ്വര സൃഷ്ടങ്ങളായ എല്ലാറ്റിനെയും നമ്മൾ ആദരപൂർവം വന്ദിക്കണം. അതാണ് ഈശ്വരൻ്റെ പാദസേവനം. ഈ അർച്ചന നമ്മൾക്കറിയാം, നമ്മൾ അർച്ചിച്ചു കൊണ്ടുവേണം എല്ലാം. നമ്മൾ ആരെ ഇത് ഈശ്വരനാണ് എന്ന് നമ്മൾ ഉള്ളിൽ വിചാരിക്കുമ്പോൾ ഒരു അർച്ചന മനോഭാവവും നമ്മൾക്ക് ഉണ്ടാകും. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം അല്ലെ. അടുത്തത് വന്ദനമാണ്. വന്ദനം എന്തുവാ? വന്ദിക്കുന്നതും ഇത് തന്നെ. ഈശ്വര സൃഷ്ടങ്ങളായ എല്ലാറ്റിനെയും നമ്മൾ വന്ദിക്കണം. ഇത് ഭാരത സംസ്കാരമാണ്. ഈ ഭാരത സംസ്കാരത്തിൽ നമ്മൾക്കറിയാം നമ്മൾ എന്തിനെയാണ് വന്ദിക്കാത്തത്? വൃക്ഷങ്ങളെ നമ്മൾ വന്ദിക്കുന്നുണ്ട്, നദി, പർവ്വതം അല്ലെ, സർപ്പങ്ങൾ, അതുപോലെ മൃഗങ്ങൾ, ക്രൂരമൃഗങ്ങളെയും അല്ലാത്ത മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം നമ്മൾ എന്ന് വെച്ചാൽ ഈശ്വര സൃഷ്ടങ്ങളായ എല്ലാറ്റിനെയും നമ്മൾ പൂജിക്കണം, വന്ദിക്കണം. പിന്നെ അടുത്ത പടിയിലേക്ക്, ഈ പടിയിലേക്ക് ഉയരാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇത് ഈ പറഞ്ഞതെല്ലാം എന്തുകൊണ്ടാണ് വരേണ്ടത്? അവനവൻ്റെ മനസ്സുകൊണ്ട് ഉയർന്നു വരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്താകും? പക്വതയെത്തും. അങ്ങനെ പക്വതയെത്തി കഴിയുമ്പോൾ നമ്മൾക്ക് ഈശ്വരനെ ദാസ്യഭാവത്തിൽ ഭജിക്കാനാണ്. ദാസ്യഭാവത്തിൽ നമ്മൾ ഭക്ത ഹനുമാൻ അല്ലേ, ഹനുമാൻ പറയുന്നത് എന്തുവാണ്?
ദാസോസ്മി രാമോസ്മ്യഹം, അല്ലേ? ഞാൻ രാമന്റെ ദാസനാണ്. അപ്പോൾ ആ ദാസഭാവത്തിൽ എത്തുന്നു. പിന്നീട് നമ്മൾക്ക് സഖ്യഭാവം. സഖ്യഭാവം എന്ന് പറയുന്നതോ നമ്മൾ സഖി, അല്ലെ, സുഹൃത്ത്. നമ്മളെ പോലെ തന്നെ നമ്മൾ ഈശ്വരനെയും കാണുന്നു, നമുക്ക് തുല്യമായിട്ടുള്ള ഒരു ഭാവം. അത് ചില അമ്മമാരൊക്കെ വന്ന് നിന്ന് കൃഷ്ണൻ്റെ ഫോട്ടോയുടെ അടുത്തൊക്കെ നിന്ന് പറയല്ലേ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എനിക്ക് അതൊന്നും തന്നില്ലല്ലോ, നീ ഇങ്ങനെ കള്ളക്കണ്ണനായിട്ട് ഇരുന്നാൽ മതിയോ, എനിക്ക് അതൊക്കെ തരുന്നു. പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ഭഗവാനും ഞാനുമായിട്ട് ഒന്നായിരിക്കും. ശ്രീനാരായണ ഗുരുദേവൻ കൊടിതൂക്കി മലയിൽ ഇരുന്നു കൊണ്ട് ബാലമുരുകനോട് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ബാലമുരുകനോട് സംസാരിക്കുമ്പോൾ നീയും ഞാനും കുഞ്ഞാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ശിവഭഗവാന്റെ കുഞ്ഞാണ്. അപ്പോൾ ഏണം പിടിച്ചവനോടൊരു ഓണം കളിപ്പതിന് പോണം. അതായത് കൈലാസമുറ്റത്തേക്ക് നമ്മൾക്ക് രണ്ടുപേർക്കും കൂടി ഓണം കളിക്കാൻ പോകാം. അവിടെ ഭഗവാനും ഗുരുവും തമ്മിൽ വ്യത്യാസം കാണുന്നില്ല, അവിടെ സഖ്യഭാവമാണ്. അതുപോലെ തന്നെ അർജുനനും ശ്രീകൃഷ്ണനും എങ്ങനെയാണ്? ഇഷ്ടനായൊരർജുനന്റെ കൃഷ്ണനായ സാരഥി, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അർജുനൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്താണ്, എപ്പോഴും കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കും. ആ സഖ്യഭാവം ഇത് കഴിയുമ്പോൾ നമ്മൾ അവിടം വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭഗവാന്റെ അടുത്ത് തന്നെ ആയി, അല്ലേ? ഇനി നമ്മൾക്ക് എന്താ ചെയ്യണ്ടേ? ഭഗവാനിലേക്ക് ലയിക്കണം. ആത്മനിവേദനം, നമ്മളുടെ ആത്മാവിനെ നമ്മൾ ഭഗവാനിലേക്ക് ലയിപ്പിക്കുകയാണ്. അതാണ് പരമാത്മാവും ജീവാത്മാവും ഒന്നാണെന്നറിയുന്നവന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ കപിലതനിരുദിത്വം ദേവഹൂത്യന്യഗാദി, ഈ ഉപദേശം ആർക്ക് കൊടുത്തു? കപിലവാസുദേവനായിരിക്കുന്ന ഭഗവാൻ തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് ഭക്തി ദർശനം എന്ന ഉപദേശം കൊടുത്തു. അടുത്തത് ഏതാണ്? പ്രകൃതി മഹദഹങ്കാരാഞ്ച മാത്രാഞ്ച ഭൂതാന്യവി ഹൃദവിദശാക്ഷി പുരുഷ പഞ്ചവിംശഃ ഇതി വിദിത വിഭാഗോ മുച്യതേ അസൗ പ്രകൃത്യ കപിലധനുരിതി ത്വം ദേവഭൂത്യന്യഗാദി. അടുത്ത ഉപദേശം എന്താണ്? പ്രകൃതി, മഹത്വ, അഹങ്കാരം, തന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, അതുപോലെ ഹൃദയം, ദശാക്ഷി, ദശ ഇന്ദ്രിയങ്ങൾ, അതുപോലെ ഹൃദയം, ജീവൻ, ഇങ്ങനെ 25 തത്വങ്ങളാണ്, മഹത്തത്വങ്ങളാണുള്ളത്. ആ മഹത്തത്വങ്ങളെ കുറിച്ച് അറിയുന്ന, വിഭാഗിച്ച് അറിയാൻ സാധിക്കുന്നവൻ ആരോ അവർക്ക് ജീവൻ മുക്തി കിട്ടും. ഇത് സാഖ്യദർശനമാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഭക്തി ദർശനമാണ്, ഇത് സാഖ്യദർശനമാണ്. സാഖ്യദർശനത്തിന്റെ ഉപജ്ഞാതാവ് കപിലൻ തന്നെയാണ്. അപ്പോൾ ഈ ഭാഗം നമ്മുടെ മഹാഭാഗവതത്തില് വളരെ വിസ്തരിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ആചാര്യന്മാർ നമ്മൾക്ക് പറഞ്ഞു തരും. ഇതിപ്പോൾ ഈ 25 തത്വങ്ങളും വേർതിരിച്ച് ഉണ്ടെന്നും അതിനെ വിഭാഗീയമായി കാണാനും സാധിക്കുമ്പോൾ അവർ എന്തായിത്തീരുന്നു? മുക്തരായിത്തീരുന്നു എന്ന് തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് കപിലൻ പറഞ്ഞു കൊടുക്കുന്നു. കപിലവാസുദേവനായ ഭഗവാൻ കപിലതനുരിതിത്വം ദേവഹൂത്യന്യഗാദി പ്രകൃതിഗത ഗുണൗകൈർനാജ്യതേ പുരുഷോയം യദിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യവേയാൽ കപിലതനുരിതിത്വം ദേവഭൂത്യന്യഗാദി. പ്രകൃതിഗത ഗുണം, നമ്മളിപ്പോൾ പ്രകൃതിയിൽ ജനിച്ചു കഴിഞ്ഞാൽ പ്രകൃത്യാ നമുക്കൊരു ഗുണമാണ്, അല്ലേ? ഈ പ്രകൃത്യാലുള്ള ഗുണം, ആ പ്രകൃത്യാലുള്ള ഗുണം എന്താണ്? എല്ലാ കാര്യത്തിനും സ്വാർത്ഥത, അല്ലേ?
ഞാൻ ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ഒരു ബോധം. അതാണ് നമ്മളുടെ ജീവാത്മബോധം. ഞാൻ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു, ഞാനാണെല്ലാം എന്നുള്ള ബോധം അപ്പോൾ അത് രണ്ടായിട്ട് കാണുന്നു. ഞാൻ എന്നത് വേറെ, ഈശ്വരൻ എന്നത് വേറെ. അവിടെ ദ്വൈതമാണ് അല്ലേ? ഈശ്വരനും ഞാനും, അതായത് പരമാത്മാവും ജീവാത്മാവും രണ്ടാണ് എന്ന തോന്നൽ, അത് നമ്മളുടെ പ്രകൃത്യാവുള്ള ഗുണമാണ്. അതിൽ നിന്ന് മാറി പരമാത്മാവ് തന്നെയാണ് പ്രത്യേകാത്മ പരമാത്മഗോചര. പരമാത്മാവും ജീവാത്മാവും ഒന്നാണെന്ന് ഒരു ദൃഷ്ടി കൊണ്ട് കാണാൻ സാധിക്കുമ്പോൾ എന്താകുന്നു? നിങ്ങൾക്ക് ജീവൻ മുക്തി കിട്ടും. അതാണ് അടുത്ത ഉപദേശം. മമ ഗുണഗണലീല കർണനൈ കീർത്തനാദ്യൈർ മൈസുരസരിദോഹ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതിത്വം ദേവഭൂത്യന്യഗാതി. അപ്പോൾ ഭഗവാന്റെ ഗുണഗണങ്ങളെ, ലീലാവിലാസങ്ങളെ, ഗുണഗണങ്ങളെ, കീർത്തനങ്ങളെ, സ്തുതികളെയൊക്കെ കർണനെ ശ്രവണം ചെയ്യുകയാണെങ്കിൽ, കേൾക്കുകയാണെങ്കിൽ, കീർത്തിക്കുകയാണെങ്കിൽ അവരൊക്കെ നിങ്ങൾ ഏത് രീതിയിൽ ജീവിച്ചാലും ഗൃഹസ്ഥനായി എല്ലാ ജീവിത സുഖങ്ങളും ആസ്വദിച്ച് അല്ലെങ്കിൽ സ്വാർത്ഥരായി ഒക്കെ ജീവിച്ചാലും പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രവണ കീർത്തനങ്ങൾ ചെയ്യണം. അങ്ങനെ നിരന്തരം, ഒരിക്കൽ കേട്ടു നിർത്തി, ഒരിക്കൽ കീർത്തിച്ചു നിർത്തി, അങ്ങനെയല്ല, നിരന്തരമായ ശ്രവണ കീർത്തനത്തിലൂടെ വരുന്നവർ സുരനദി എങ്ങനെയാണ്, അതായത് ഗംഗ എങ്ങനെയാണ് മുകളിൽ നിന്ന് താഴേക്ക്, അല്ലേ, സ്വർലോക ഗംഗയാണ്. ആ ഗംഗ ഭൂമിയിലേക്ക് എങ്ങനെ പതിച്ച് സമുദ്രത്തിലേക്ക് പോകുന്നുവോ അതുപോലെ അത്രമാത്രം ഭക്തിയിൽ കീർത്തിക്കുകയും സ്തുതിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ ഭക്തൻ എന്ത് ചെയ്യും? എന്നിലേക്ക് ഒഴുകി വരും, ഒഴുകി എത്തും എന്നാണ്. സുര നദി പോലെ ഗംഗാപ്രവാഹം എങ്ങനെയാണോ അങ്ങനെ എത്തും എന്ന് തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് കപിലവാസുദേവൻ എന്ന ഭഗവാൻ ഉപദേശിക്കുന്നു. കപിലതനുരിതിത്വം ദേവഹൂത്യന്യഗാതി അഹഹ ബഹുലഹിംസ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ ശ്രീജിതോ ബാലലാളി വിശദി ഗ്രഹസത്തോ യാതനാമയ്യ ഭക്ത കപിലതനുരിതിത്വം ദേവഭൂത്യന്യഗാതി അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം. അതായത് പല പല ബഹുലമായ ഹിംസകളെ ചെയ്തിട്ട് ഈ ഗൃഹസ്ഥാശ്രമനായി ജീവിക്കുന്ന പുരുഷൻ എന്താ ചെയ്യുന്നത്? എപ്പോഴും ബഹുലങ്ങളായ ഹിംസകളെ ചെയ്യുന്നു. നമ്മൾ ഹിംസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തെ കൊല്ലുക, ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് മാത്രമല്ല ഹിംസ എന്ന് പറയുന്നത്. ഹിംസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും ആർക്കെങ്കിലും എതിരായി ചിന്തിക്കുന്നു, ദുഷ്ടചിന്തകൾ, നമ്മുടെ ചിന്തയിലും ഹിംസയുണ്ട് അല്ലേ? ചിന്താമാർഗത്തിലും ഹിംസയുണ്ടെന്നാണ്. അത് യോഗീശ്വരന്മാർ പണ്ട് യാഗം നടത്തിയിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഭർതൃഹരി എന്ന രാജാവ് എന്നും യാഗം ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗപ്രാപ്തിക്ക് വേണ്ടി, ജീവൻ മുക്തിക്ക് വേണ്ടി യാഗം, യാഗത്തിന് ബലി ചെയ്യാം എന്ന് കുറച്ചുപേരുടെ അഭിപ്രായം. അങ്ങനെ യാഗത്തിന് ബലികളൊക്കെ അർപ്പിച്ച് ഏകദേശം തനിക്ക് ഭഗവത് പ്രാപ്തി എത്താറായി, എത്ര യാഗങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ കണക്കുണ്ട്. അതനുസരിച്ച് എത്തിച്ചേർന്നപ്പോൾ ഭർതൃഹരിയുടെ അടുത്തേക്ക് നാരദ മഹർഷി എത്തുന്നു. നാരദ മഹർഷിയോട് പറഞ്ഞു, എനിക്ക് ഇനിയിപ്പോൾ മുക്തി കിട്ടുകയാണ്,
അപ്പോൾ അതെങ്ങനെ ലഭിക്കും? നാരദൻ ചോദിച്ചു, എത്ര മൃഗങ്ങളെയാണ് നിങ്ങൾ ഹിംസിച്ചിരിക്കുന്നത്? അപ്പോൾ ഒരു യാഗത്തിൽ അനുവദനീയമാണല്ലോ മൃഗബലി. നാരദൻ പറഞ്ഞു, എന്നെ ഒന്ന് തൊടുക, എന്നെ തൊട്ടുകൊണ്ട് മുകളിലേക്ക് പരലോകത്തേക്കൊന്ന് നോക്കുക. അപ്പോൾ നാരദനെ തൊട്ടുകൊണ്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്? ഇദ്ദേഹം ഹിംസിച്ചിട്ടുള്ള, ബലി നടത്തിയിട്ടുള്ള മൃഗങ്ങളെല്ലാം കൂടി വളരെ ക്രൂരമായിട്ട് അദ്ദേഹത്തെ നോക്കിക്കൊണ്ട്, ഇപ്പോൾ നിന്നെ കിട്ടിയാൽ വിഴുങ്ങാം എന്ന മട്ടില് എല്ലാ മൃഗങ്ങളും നഖങ്ങളൊക്കെ ഉയർത്തി അങ്ങനെ ഹിംസ്ര ജന്തുക്കളെല്ലാം കൂടി അദ്ദേഹത്തെ നോക്കുകയാണ്. അദ്ദേഹം ഭയന്നു. അപ്പോൾ ഹിംസ എന്ന് പറയുന്നത് യാഗബലി അല്ലെങ്കിൽ അല്ലാതുള്ള ബലി മാത്രമല്ല, നമ്മുടെ ചിന്തയിൽ പോലും നമ്മൾ ആർക്കും ഒരു ദ്രോഹം വരുത്തരുത്, ഒരു വിപരീത ചിന്ത പാടില്ല ആർക്കും. നമ്മൾക്കെങ്ങനെയാണ്? എൻ്റെ കാര്യമഖിലം നടക്കണം, അല്ലേ? എൻ്റെ കാര്യമെല്ലാം വ്യക്തമായിട്ട് നടക്കണം, മറ്റവൻ്റെ കാര്യം എൻ്റെ കാര്യം എനിക്ക് പ്രശ്നമില്ല, അല്ലേ? ഗുരുവും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുവനു നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം. നമ്മൾ ഒരുത്തന്നെ ദ്രോഹം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ? അതുകൊണ്ട് എനിക്കൊരു മുതലെടുപ്പ് ഉണ്ടാകും എന്നാണ്. ശരിക്കും അവനല്ല ദോഷം വരുന്നത്. ആർക്കാണ്? അവനവൻ്റെ ആത്മാവിന് തന്നെയാണ്, ആത്മവിരോധിയാണ്. അങ്ങനെ അപ്പോൾ ഹിംസാ മാർഗങ്ങളിലൂടെ എൻ്റെ ഈ ഭക്തന്മാരൊക്കെ, ഈ ഗൃഹസ്ഥന്മാരൊക്കെ സഞ്ചരിക്കുന്നത് കണ്ടിട്ട് അത് എനിക്ക് കഷ്ടം തോന്നുന്നു. ഇവരിത്ര ബുദ്ധിയില്ലാതെ പെരുമാറുന്നല്ലോ എന്ന്. അല്ലയോ അമ്മേ, എനിക്ക് കഷ്ടം എന്നല്ലാതെ ഞാൻ എന്ത് പറയാനാണ്? യുവതി ജഡരഖിന്നു ജാതബോധോ അപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരഭിവദ മുഖ്യദേവ കാരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഭൂത്യന്യഗാതി യുവതി ജഡരഖിന്നോ ജാത. അപ്പോൾ നമ്മൾ ഒരു യുവതിയുടെ ഗർഭത്തിൽ ജനിക്കുന്നതായ സമയത്ത് അത് നമ്മൾക്ക് വളരെ ഭാഗവതത്തിലും ഒക്കെ വളരെ വിസ്തരിച്ച്, അല്ലേ, ഇത്ര നാളുകൊണ്ട് കണ്ണു വെച്ചു, ശിരസ് വെച്ചു, കൈകാലുകൾ വെച്ചു, ഇങ്ങനെ പൂർണ്ണ വളർച്ചയാകുന്നത് വരെ ഭാഗവതത്തിൽ വിസ്തരിച്ച് നമ്മൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ മാതൃഹൃദയത്തിൽ കിടക്കുന്നതായ സമയത്ത് അവിടെ മാതാവിൻ്റെ ഭക്ഷണ പദാർത്ഥത്തെ ഡിപ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ മലിനമായ അന്തരീക്ഷത്തിൽ കിടക്കുമ്പോൾ ഭയങ്കര ദുഃഖിതനായിട്ട് ഈ കുഞ്ഞ് ഒരു തീരുമാനമെടുക്കും. കുഞ്ഞിന് എന്ത് ചെയ്യുന്നു? തൻ്റെ പഴയ ജന്മങ്ങളൊക്കെ ഓർമ്മ വരികയും താൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട് താൻ വീണ്ടും ജനിക്കാൻ പോവുകയാണെന്നും ഉള്ള ഒരു ചിന്തയുണ്ടാകുന്നു. അപ്പോൾ ബോധമുദിക്കുന്നു. ഞാൻ ഇനിയും അടുത്ത ജന്മത്തിൽ, ഈ ജന്മത്തിൽ ഇപ്പോൾ ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ ഈശ്വരോന്മുഖമായ ധർമ്മിഷ്ഠമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊരു പ്രതിജ്ഞ എടുക്കുന്നു. എന്നാൽ പ്രസവഗളിതൽപി, അതായത് പ്രസവ സമയത്ത് ഉണ്ടാകുന്നതായ പീഡ, അതുപോലെ തന്നെ വായുവുമായിട്ടുള്ള സമ്പർക്കം, ഈ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കല്ല ഇപ്പം പുറവുമായിട്ടാണ് ബന്ധം, അല്ലേ? ഈശ്വരനുമായിട്ടോ നമ്മുടെ ആന്തരികമായ എന്തൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നെന്നോ ഒന്നും നമ്മൾക്കറിയണ്ട. അവിടെ എല്ലാം ഓട്ടോമാറ്റിക്കാണ്, അല്ലേ? ശ്വാസം വേണമെങ്കിൽ ശ്വാസകോശം എടുത്തോളും, കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഹൃദയം നടത്തിക്കോളും, ഭക്ഷണം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം അവർ ചെയ്തോളും. അപ്പോൾ നമ്മൾക്ക് ഈ കാര്യങ്ങളെ പറ്റി ഒന്നും അന്വേഷണവും ഒന്നുമില്ല, അല്ലേ? നമ്മൾ പുറത്ത് എന്തൊക്കെ കാണുന്നു അതിൽ ലയിച്ച് നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ ഈ കുഞ്ഞ് പ്രസവ സമയത്തുള്ള ആ വായു സ്പർശം കൊണ്ട് അപ്പോൾ കരയാൻ തുടങ്ങും, അല്ലേ? ഖിന്നനായി ദുഃഖിത ആ സമയത്ത് താൻ ഇതുവരെ എടുത്ത പ്രതിജ്ഞ അങ്ങ് മറന്നുപോകുന്നു. അകത്ത് കിടന്നെടുത്ത പ്രതിജ്ഞ മറന്നുപോയിട്ട് പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ
ഈ ലോകവുമായി സമ്പർക്കം പുലർത്തുന്നു. എന്നാൽ തനിക്ക് അറിവില്ലാതെ ബാല്യം കഴിച്ചു വിട്ടുന്നു. അതും വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. കുഞ്ഞിനൊന്നും അറിയുന്നില്ല, അല്ലേ? കുഞ്ഞ് ചെയ്യുന്നതൊക്കെ നമ്മളിങ്ങനെ നിന്ന് ശിക്ഷണം കൊടുത്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ബാല്യകാലം കഴിച്ചു കൂട്ടി കഴിഞ്ഞ് തരുണ്യ അല്ലെങ്കിൽ താരുണ്യ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവരുടെ ആസക്തിയിലേക്ക്, ഈഹലോകത്തിൽ കാണുന്ന ഈ വിഷയാസക്തിയിലേക്ക് അവര് മാറുന്നു. കപിലതനുരിതിത്വം ദേവഹൂത്യന്യഗാദി, ഇങ്ങനെ തൻ്റെ അമ്മയ്ക്ക് ഓരോരോ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് വരികയാണ്. പിതൃസുരഗണയാജി ധാർമ്മികോയോ ഗൃഹസ്ഥ സജനിപതതി കാലേ ദക്ഷിണോത്ഥോപഗാമി മൈനിഹിതമകാമം കർമ്മദുദക്പദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യന്യഗാദി. പിതൃസുരഗണയാജി ധാർമ്മികോയോ ഗൃഹസ്ഥ, നമ്മൾ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ വന്നിട്ട് ഗൃഹസ്ഥനായതിനു ശേഷം നമ്മളുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നു, നമ്മളുടേതായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, നമ്മളുടേതായ ധർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ഒരു പുത്രനായ പുത്രധർമ്മമുണ്ട്, അല്ലേ? അതുപോലെ മാതാപിതാക്കളായ പുത്രന്മാരെയും സംരക്ഷിക്കണം, എല്ലാവരെയും സംരക്ഷിക്കണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ധർമ്മങ്ങളൊക്കെയുണ്ട്. ഈ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് ഇത് ഫലേച്ഛയോടുകൂടിയാണ്. ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് എൻ്റെ മകനെ വളർത്തി പഠിപ്പിച്ച് വലിയ നിലയിലാക്കുന്നത്? എന്നെ നോക്കാനാണ്, അല്ലേ? അതാണ് എൻ്റെ ഫലേച്ഛ അവിടെ. അതേ സമയത്ത് മക്കൾ എന്താണ് ചെയ്യുന്നത്? അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ലപോലെ സ്വത്തും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ അമ്മയെ നോക്കാം, ഞാൻ അച്ഛനെ നോക്കാം. എന്തുകൊണ്ടാണ്? എനിക്ക് സ്വത്ത് കിട്ടണം. അവിടെയും നമ്മൾക്കൊരു ഫലേച്ഛയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാമത്തിൻ്റെ പേരിലാണ് നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ കർമ്മണ്യേവാധികാരസ്ഥ മാ ഫലേഷു കദാചന, ഭഗവത്ഗീതയിൽ പറയും, അല്ലേ? നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫലം ഇച്ഛിക്കുവാൻ പാടില്ല. നമ്മൾ ഒരു ഫലവും ഇച്ഛിക്കേണ്ട. നമ്മൾക്കുള്ളതെല്ലാം ഈശ്വരൻ തരും, അല്ലേ? എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, അന്യൻ്റെ കയ്യിലിരിക്കുന്നത് വേണം, എല്ലാം വേണം എന്നുള്ള ആഗ്രഹം കളഞ്ഞിട്ട് നമ്മൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മൾ, ചില ആൾക്കാരൊക്കെ പറയാറില്ലേ, എങ്ങനെയാണെന്നറിയത്തില്ല, ഇങ്ങനെ ഒരു യോഗമാണ്, എൻ്റെ ഓരോ സമയത്തും ഭഗവാൻ എനിക്ക് അത് കൊണ്ടുതരും എന്നുള്ള വിശ്വാസം, അല്ലേ? അതെങ്ങനെയുള്ളവർക്കാണ്? അവരുടെ കർമ്മം ശരിയായി, അല്ലെങ്കിൽ കാമേച്ഛ കൂടാതെ ഫലേച്ഛ കൂടാതെ കാമം ചെയ്യുന്ന ആൾക്കാർക്കാണ് അങ്ങനെ ഒരു ഈശ്വരൻ കൂടെയുണ്ട് എന്ന ഒരു വിശ്വാസവും വളർന്നു വരുന്നത്. ഇതി സുവിദിത വേദ്യം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗ്രഹ്യത്വം യതോ യോഗി സംഘേ വിമലമതിരഥാസൗ ഭക്തിയോഗേന മുക്താ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്ഛ്യം. ഇതി സുവിദിത വേദ്യം. ഇതാരാണ് ഇത് പറഞ്ഞു തരുന്നത്? ഭഗവാനാണ്, സാക്ഷാൽ ഭഗവാനാണ്, അല്ലേ? തനിക്ക് മകനായി ജനിച്ചിരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ് എന്നറിയാമെങ്കിൽ കൂടി ആ ഭഗവാനെ അനുഭവിക്കുന്നത് ഇപ്പോൾ ദേവഹൂതി, അല്ലേ? അത് തനിക്ക് ആ ജ്ഞാനോദയം ഉണ്ടാകുമ്പോൾ, നമ്മൾക്ക് ഭഗവാനെ അനുഭവിക്കണമെങ്കിലും ജ്ഞാനം വേണം. ആ ജ്ഞാനം ഇപ്പോൾ പല പല ഉപദേശങ്ങളിലൂടെ ഇവിടെ ഭക്തി ദർശനം, സാഖ്യ ദർശനം, അതുപോലെ യോഗ ദർശനം കൂടിയുണ്ട്. യോഗ ദർശനത്തിലൂടെയും നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈശ്വര സാക്ഷാത്കാരം നേടാം. യോഗ എന്ന് പറയുന്നത്
യോഗ യോഗ എന്ന് പറഞ്ഞ യോഗം എന്നാണ്. എന്തുവാ ഈ യോഗം യോഗം എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയും കൈ വെക്കുന്നു, കാല് വെക്കുന്നു, അല്ലേ? ഓരോ ആസനങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുന്നു, ധ്യാനം ചെയ്യുന്നു. ഇതിനെല്ലാം കൂടെ പറയുന്ന ഒരു പേരാണ് യോഗം. ആണോ? യോഗം എന്നത് നമ്മളുടെ ശരീരം, നമ്മൾ ശരീരസ്ഥരാണ്, അല്ലേ? ശരീരം, മനസ്സ്, അതുപോലെ നമ്മുടെ ജീവൻ, നമ്മുടെ ശ്വാസം, ഇത് മൂന്നും കൂടെ ഉള്ള ഒരു കൂട്ടായ്മ, ഒരു യോഗം. അതിനാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടെ കൂടിച്ചേരാം. ഇത് യോഗ ചെയ്യുന്നത് എങ്ങനെ വേണം? ഇപ്പോൾ ഈ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമാണ്. ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും അന്താരാഷ്ട്ര യോഗ ദിന ആചരണം നടത്തി. ഇപ്പോൾ പലരും കഥകളി പദങ്ങൾ പോലെ, ഗ്രൂപ്പ് ഡാൻസ് പോലെ കുറേ പേരെല്ലാം കൂടെ യോഗ ചെയ്തിട്ട് ഓരോ പോസിൽ വന്ന് അവസാനം നിൽക്കുന്നു. ഇതാണ് യോഗ എന്നാണ് ഇന്നത്തെ തലമുറ ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ യോഗയെക്കുറിച്ച് ഒന്നും അറിയാതെയാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. യോഗ എന്ന് പറയുന്നത് യോഗ ദർശനമാണ്. അതും ഭഗവാൻ ഈശ്വര മുക്തിക്ക് അല്ലെങ്കിൽ ജീവൻ മുക്തിക്കുള്ള ഒരു മാർഗമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ആസനങ്ങൾ ചെയ്താലും, യോഗയിൽ എന്ത് ചെയ്താലും നമ്മളൊരു ശ്വാസം എടുക്കും, ആ ശ്വാസം പിടിച്ചു നിർത്തും, പിന്നീട് ആ ശ്വാസം പുറത്തേക്ക് വിടും. ഇതെല്ലാം നമ്മുടെ അറിവോടെ നമ്മൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് യോഗ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ യോഗ ദർശനം ഇത് പണ്ട് കാലത്ത്, അതായത് എഴുതപ്പെട്ടിട്ട് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപാണ് ഓരോ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് രചിച്ച് കിട്ടാൻ തുടങ്ങിയത്. അതിനു മുൻപ് എല്ലാം എങ്ങനെയാണ്? വായ്മൊഴിയായിട്ടായിരുന്നു കിട്ടുന്നത്. ദക്ഷിണാമൂർത്തി ഭഗവാൻ ശിവൻ തന്നെ തെക്ക് ദിക്ക് നോക്കിയിരുന്ന് തൻ്റെ ധ്യാനത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനം സപ്തർഷികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് യോഗ. യോഗ എന്ന് പറയുന്നത് അതാണ്. ആ യോഗയെ ഈ സപ്തർഷികൾ 7 ദിക്കുകളിലേക്ക് നടന്ന് പ്രചരിപ്പിക്കും. അവരുടെ വായ്മൊഴി ഇങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പതഞ്ജലി മഹർഷി എന്ത് ചെയ്തു? അതിനെ ക്രോഡീകരിച്ച യോഗസൂത്ര എന്നൊരു ഗ്രന്ഥം രചിച്ചു. അങ്ങനെയാണ് നമ്മൾക്ക് അതെന്താണെന്ന് ഇന്ന് സാർവത്രികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഗസൂത്ര എന്ന ഗ്രന്ഥം നമ്മൾ എല്ലാവരും ഒന്നും വായിക്കാതെ, വളരെ വിരളമായിട്ട് ഇന്നും അവൈലബിളുമുള്ളൂ. എന്നാലും നമ്മൾക്കതിൻ്റെ അന്തസത്ത അറിയാൻ ശ്രമിക്കാം. അതായത് അഷ്ടാംഗ യോഗയിലൂടെ നമ്മൾക്ക് ഈശ്വരപ്രാപ്തി നടത്താം. അഷ്ടാംഗ യോഗ എന്നാൽ 8 അംഗങ്ങളുണ്ട് യോഗയ്ക്ക്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഇതാണ് 8 മാർഗങ്ങൾ. ഈ 8 മാർഗങ്ങളിൽ ആദ്യത്തേത് യമം. നിയമം ഇത് രണ്ടും യോഗ ചെയ്യുന്നതിന് മുൻപ് നമ്മളിപ്പോൾ പറയത്തില്ലേ, നമുക്കൊരു ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് യോഗ ചെയ്യാൻ യോഗ്യതയുണ്ടോ എന്നറിയുന്നത് ഈ 2 ഗുണങ്ങളിലൂടെ. ആദ്യത്തെ 2 ചുവടുകൾ യമം, നിയമങ്ങളും 5, അതുപോലെ യമവും 5. സത്യം, അസ്തേയം, അഹിംസ, അപരിഗ്രഹം, ബ്രഹ്മചര്യം എന്നത് യമം. സത്യത്തിലൂടെ, സത്യമാർഗത്തിലൂടെ ജീവിക്കണം. അസ്തേയം, മറ്റുള്ളവൻ്റെ ഒന്നും കള്ളം പറയാൻ പാടില്ല. അപരിഗ്രഹം അത് തന്നെ, മറ്റുള്ളവൻ്റെ ഭാര്യയെ സ്വന്തമാക്കാൻ പാടില്ല. അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് പരിഗ്രഹം എന്ന അർത്ഥത്തിൽ. അതല്ലാതെ നമ്മൾക്ക് പറയാം മറ്റുള്ളവനിലുള്ളതൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നതുകൊണ്ടു നീ ചരിക്കമുക്തനായി ആശിക്കരുതാരുടെയും ധനം. ഈശാവാസ്യ ഉപനിഷത്തിന് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ മലയാള തർജ്ജിമയാണ് ഇത്. അപ്പോൾ മറ്റുള്ളവരുടെ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. പിന്നെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം നിയമങ്ങളുണ്ട്. നിയമങ്ങളും 5. ശൗച, സന്തോഷ, തപ, സാധ്യ, ഈശ്വര പ്രണിത
പ്രണിധാനാനി നിയമം. ശൗചം എന്നാൽ ശുദ്ധീകരണം, അല്ലെ ശുദ്ധമായിരിക്കുക എന്ന് പറഞ്ഞാൽ കുളിച്ച് ശുദ്ധമാകുക എന്നത് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സും ശരീരവും ശുദ്ധമാകണം. പിന്നെ സന്തോഷം എങ്ങനെയാണ് സന്തോഷം? നമുക്ക് എന്ത് കിട്ടിയാലും സന്തോഷമാണ്, അല്ലേ? വെളുത്ത സാരി വേണമെന്ന് പറഞ്ഞ ഉടനെ അത് കിട്ടി, എന്താ സന്തോഷം! ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്നതാ, ഇപ്പോൾ ഒരെണ്ണം കിട്ടി, അല്ലേ? അല്ലെങ്കിൽ എനിക്ക് ഒരു സാധനം വേണമെന്ന് പറഞ്ഞു എൻ്റെ മകൻ വാങ്ങിച്ചുകൊണ്ട്, ഇതിൽ പരം സന്തോഷം എനിക്കില്ല, അല്ലേ? അങ്ങനെ പിന്നെ അതുപോലെ ലൗകികമായ ഭോഗങ്ങളിലൊക്കെ ഓരോരുത്തർക്ക് സുഖം, അത് അങ്ങനെയുള്ള സുഖങ്ങളൊക്കെ, ഇതൊക്കെ വളരെ നൈമിഷികമായിട്ടുള്ളതാണ്. ഒരു നിമിഷം അല്ലെങ്കിൽ 2 നിമിഷം കഴിയുമ്പോൾ ഇതങ്ങ് പോകും. എന്നാൽ ആത്മീയതയിലേക്ക് പോകുമ്പോൾ അത് നമ്മൾക്ക് നിത്യമായ ആനന്ദം എന്താണ് അതെന്ന് പറയുന്നത്. സന്തോഷം എന്ന് പറയുന്നത് ആനന്ദം. നമ്മൾക്ക് ഈശ്വരനുമായി ലയിക്കുമ്പോൾ, ഈശ്വരനാമം ജപിക്കുമ്പോൾ, നമ്മൾ ഈശ്വരനാമം ജപിക്കുമ്പോൾ ഈശ്വരനെ കൂടെ സ്മരിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്കൊരു ആനന്ദം ലഭിക്കും, അല്ലേ? അതാണ് പരമാനന്ദത്തെ തരുന്നവനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് ആനന്ദം, സന്തോഷം. ശൗച സന്തോഷ തപ സാധ്യ ഈശ്വര പ്രണിധാനാനി എന്നാണ് 5 നിയമങ്ങൾ. അപ്പോൾ തപസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, നമുക്ക് തപസ് അറിയത്തില്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? ഓരോരുത്തർ ധ്രുവൻ തപസ് ചെയ്യാൻ പോയി, ശിവനെ കിട്ടാൻ വേണ്ടി പാർവതി തപസ് ചെയ്യാൻ പോയി, പിന്നെ പാർവതിയെ കിട്ടാൻ വേണ്ടി ശിവൻ തപസ് ചെയ്യാൻ പോയി. ഇതൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം. ആ തപസ് ധ്യാനത്തിൽ ഇരിക്കുന്നതായ സമയത്ത് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ഒരു ലക്ഷ്യത്തിനായി തപസ്. അപ്പോൾ തപസ് എന്ന് പറയുന്നത് നമ്മൾ ഒരേ ഒരു ലക്ഷ്യം, നമുക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യത്തിനായി നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, ധ്യാനിക്കുന്നു. അതാണ് തപസ്. സ്വാധ്യായം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഒരാളോട് ഇതുപോലെ പറഞ്ഞു, നിങ്ങൾക്ക് സ്വാധ്യായം എന്തൊക്കെ ചെയ്യാൻ പറ്റും, നല്ല കാര്യങ്ങൾ, നന്മകൾ. അപ്പോൾ ഒരാൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു അന്ധനായ ആൾ നിന്നപ്പോൾ അയാളുടെ കൈയെ പിടിച്ച് അപ്പുറത്ത് ക്രോസ് ചെയ്ത് അയാൾ ചെയ്ത ഒരു നല്ല കാര്യമാണ്, നന്മയാണ്, സ്വാധ്യായമാണെന്ന് പറഞ്ഞപ്പോൾ അവർ ചെന്ന് രാവിലെ മുതൽ വയ്യോളം റോഡിൽ നിന്നിട്ട് ആരും വന്നില്ല. കണ്ണുപൊട്ടന്മാരോ ക്രോസ് ചെയ്യാൻ ആരും വന്നില്ല. അപ്പോൾ എന്താ നമ്മൾ വിചാരിക്കുന്നത്? സ്വാധ്യായം എന്ന് ചെയ്യാൻ കിട്ടണം, അതാണ് സ്വാധ്യായം. അതല്ല, നമ്മൾ സ്വാധ്യായം എന്ന് പറയുന്ന ഒരു നല്ല ചിന്ത, മറ്റുള്ളവനെ ഒരു അനുഗ്രഹം കൊടുക്കുക നമ്മുടെ ഉള്ളുകൊണ്ട്, മനസ്സുകൊണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ബുക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ വീട്ടിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വൈകിട്ടാകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ന് ഞാൻ എന്തൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്തു. ഒരു ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഒരു കീർത്തനം, എന്തെങ്കിലും ഒരു പുസ്തകം, നമ്മുടെ വീട്ടിൽ ഒരു സന്ധ്യനാമമെങ്കിലും ഇല്ലാത്ത ആരും കാണുകയില്ല, അല്ലേ? നമ്മൾക്ക് അതെടുത്ത് ഒരു 5 മിനിറ്റ് അതിനുവേണ്ടി ഈശ്വര പ്രണിധാനാണ്. ഇനി അടുത്തത് ഈശ്വര പ്രണിധാനാണ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും അർപ്പണബോധത്തോടെ. നമ്മളിപ്പോൾ ഈശ്വരൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ നമ്മൾ കുളിച്ച് വിളക്ക് വൃത്തിയാക്കി അവിടെ വെള്ളമൊക്കെ വെച്ച് ആ മനസ്സ് നമ്മളുടെ എങ്ങനെയാണ്? ഒരു അർപ്പണ ബുദ്ധിയോടെയാണ്. ആ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈശ്വര പ്രണിധാനാനി നിയമമാകും. ഇനി അടുത്തത് ആസനങ്ങൾ, പിന്നീട് നമ്മൾ പ്രത്യാഹാരം, പ്രാണായാമം നിങ്ങൾക്കറിയാം. നമ്മൾ പ്രാണായാമം എന്ന് പറയുന്നത് നമ്മളുടെ അറിവോടെ പ്രാണനെ എടുക്കുകയും വിടുകയും ചെയ്യും, ഒരു നിയന്ത്രണത്തിൽ. നമ്മളിപ്പോൾ എപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ നമ്മൾ അറിയുന്നുണ്ടോ ശ്വാസം എടുക്കുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നൊക്കെ? ഇല്ല. അതേസമയത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ശ്വാസം നല്ലോണം ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എടുക്കുന്നതിൽ ഒരു 6 ഇരട്ടി ഓക്സിജനും അകത്ത് കയറും. അതാണ് പ്രാണായാമം. ഇനി ഈ പ്രാണായാമം കഴിഞ്ഞിട്ട് അടുത്തത് പ്രത്യാഹാരമാണ്. പ്രതിയാഹാരം. നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളെല്ലാം അകത്തേക്ക് ഒതുക്കുക. പിന്നെ ധാരണ, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾക്കറിയണം. പിന്നെ ധ്യാനം. ഇങ്ങനെ ധ്യാനത്തിലൂടെ സമാധിയിൽ നമുക്ക് എത്താൻ പോകും. ഇതാണ് യോഗ ദർശനം. യോഗയിലൂടെ അങ്ങനെ നമ്മൾ
നമുക്ക് എത്താമെന്ന് കപിലതനുരിതിത്വം ദേവഭൂത്യന്നഗാതി. കപില വാസുദേവനായിരിക്കുന്ന ഭഗവാൻ തൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കേട്ട് അമ്മ ഭഗവാനാണ്, ഈശ്വരനാണെന്ന് പ്രത്യക്ഷ സ്വരൂപത്തെ കണ്ടതായി അനുഭവിക്കുന്നു. ആ അമ്മ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സ്തുതി കേട്ടുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? യോഗീശ്വരന്മാരോടുകൂടി അവിടെ നിന്ന് യാത്രയാകുന്നു. വടക്കു കിഴക്കൻ ഭാഗത്തേക്കാണ് യാത്രയായത്. ഇന്നും കപിലദേവൻ വടക്കു കിഴക്ക് ഭാഗത്ത് വസിക്കുന്നു എന്നാണ് വിശ്വാസം. വാൽമീകി രാമായണത്തിൽ സകര നരപതി തനയരന്നെ വളർക്കയാൽ സാഗരമെന്നൊരു ഇതെല്ലാവരും, അതായത് സകരൻ എന്ന രാജാവിൻ്റെ സഹസ്രപുത്രന്മാർ ഇവരെ സാഗരത്തെ ഉണ്ടാക്കിയത് അവരാണ്. അവരെ കുഴിച്ചാണ് സാഗരം ഉണ്ടാക്കിയത് എന്നാണ് വാൽമീകി രാമായണത്തിൽ. അവരങ്ങനെ പോകുന്നതായ സമയത്ത് കപിലനെ കണ്ടിരുന്നു എന്ന് ഒരു ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ ഇനിയും പരമകിമോകിമുഭൂത്യാപദാംഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധിയാന്മി പവനപുരേശാ ത്വയ്യുപാദുൽസഭക്തിം. ഇപ്പം ഇവിടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, നമ്മളും ഇപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ ഉപദേശങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഭഗവാൻ ഇതിനെല്ലാമുള്ള കഴിവുണ്ട് അല്ലേ? ആരെയും യോഗയിലൂടെ പോകുന്നവരെ, സാങ്ഖ്യദർശനത്തിലൂടെ പോകുന്നവരെ, അതുപോലെ തന്നെ എന്തിലൂടെ ഭക്തിയിലൂടെ പോകുന്നവരെ എല്ലാവരെയും രക്ഷിക്കാനും എല്ലാവരെയും ജീവൻ മുക്തി കൊടുക്കാൻ കഴിവുള്ള ഭഗവാനല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നാരായണ ഭട്ടതിരി പറയുകയാണ്, എനിക്ക് ഒരു നിസാരമായ രോഗമല്ലേ, അത് തീർത്തു തരാൻ ഭഗവാന് കഴിവില്ലേ? എൻ്റെ ഈ നിസാരമായ രോഗവും ഒന്ന് തീർത്തു തരണേ. അപ്പോൾ ഈ നാരായണീയം വായിക്കുമ്പോൾ ഓരോ ദശകത്തിൻ്റെയും അന്ത്യത്തിൽ ഇതുണ്ട് അല്ലേ? എൻ്റെ വാദരോഗത്തെ, എൻ്റെ രോഗദുരിതത്തെ ഒന്ന് ഭഗവാൻ രക്ഷിക്കണേ അതിൽ നിന്ന് എന്നൊരു ഭാഗം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മൾക്കും പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മളും ഈ കപിലോപദേശം കേട്ടിട്ട് നമ്മളിലുള്ള രോഗദുരിതങ്ങളെ, നമ്മുടെ കഷ്ടതകളെ ഒക്കെ ഭഗവാനൊന്ന് ഏറ്റെടുക്കണമേ എന്ന് നമ്മൾക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അല്ലയോ ഗുരുവായൂരപ്പ, നമ്മളോടൊപ്പം ഉണ്ടാവേണമേ. ഹരേ കൃഷ്ണ, എല്ലാവരും പറയൂ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. പറയൂ, ആനന്ദ ചിന്മയനേ ശരണം. ചോറ്റാനിക്കര ഭഗവതിയമ്മേ ശരണം. മുണ്ടോലി ഭഗവതിയേ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. അപ്പോൾ ഇത്രയും സമയം ഞാൻ എല്ലാവരെയും ശ്രദ്ധിച്ചു, ആരും ഉറങ്ങിയില്ല. വളരെ ശ്രദ്ധയോടെ എല്ലാവരും കേട്ടിരുന്നു. എൻ്റെ വാക്കുകളെ ശ്രവിച്ചവർക്കും അതുപോലെ അതിന് അവസരം തന്ന, അനുവാദം തന്ന ആചാര്യനും ക്ഷേത്ര ഭാരവാഹികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം അറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ ആരെയാ നമസ്കരിക്കേണ്ടത്? യഥാർത്ഥത്തിൽ നമസ്കരിക്കേണ്ടത് ആരെയാണ്? ആരെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്? ഈശ്വരനെ എങ്ങനെ നമസ്കരിക്കും? നമ്മൾ ആരെയാ ശരിക്കും നമസ്കരിക്കേണ്ടത്? കുമ്പിടും നീൻ ഗുരുപാദം ഞാൻ എപ്പോഴും, കുമ്പിടും നീൻ ഗുരു ഭക്തന്മാരെ, കുമ്പിടും നീൻ ഗുരു ഭക്തരിരിക്കുന്ന ദിക്കിനും ഞാനിതാ
ഭക്തന്മാരെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. എല്ലാവർക്കും സാഷ്ടാംഗ നമസ്കാരം. നന്ദി, നമസ്കാരം.